എൻ്റെ പേര് ജെന്നീസ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ പേരാവൂരിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ ഇടവക ഓടന്തോടാണ്. 2024 ഞാൻ ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ ഹസ്ബൻഡ് സിജോ ജോസഫ്. എൻ്റെ മകനുണ്ട്, കൂടെ മകളുമുണ്ട്. ഇപ്പോൾ എനിക്ക് കിട്ടിയ വലിയൊരു അത്ഭുത സാക്ഷ്യം, എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ വലിയൊരു അത്ഭുത സാക്ഷ്യം നിങ്ങളോട് പറയാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2025 മെയ് 20 എൻ്റെ ഹസ്ബൻഡിന് ബ്രെയിൻ സ്ട്രോക്ക് വരികയും കണ്ണൂർ മിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ ഹസ്ബൻഡിന് സെറിബെല്ല ഇൻഫാക്റ്റ് ആണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ ഒരു എഡിമ രൂപപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞു. വലിയ റിസ്ക്കാണ്, പെട്ടെന്ന് ഓപ്പറേഷൻ വേണം എന്നും ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ 21 ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡിനെ ഓപ്പറേഷൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു എല്ലാം സക്സസ് ആയിരിക്കുന്നു, നന്നായി ചെയ്യാൻ പറ്റി, യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ബോധം തെളിഞ്ഞില്ല. 22 ആയപ്പോഴത്തേക്കും കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്. വെരി ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ എൻ്റെ ഹസ്ബൻഡ് കടന്നുപോയി. 23 24 ആയപ്പോഴേക്കും ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ ഒന്നും കൂടി ഒരു ഓപ്പറേഷനും കൂടി എന്ന് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ഈ നിമിഷങ്ങളിലെല്ലാം മാതാവിനോട് ഞാൻ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും, ഞങ്ങളുടെ കുടുംബം, നാട്ടുകാരും വീട്ടുകാരും, ഈ കൃപാസനത്തിൽ പ്രാർത്ഥിക്കാൻ എത്തിയവരും എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണമെന്നും എനിക്ക് കൃപാസന മാതാവിൻ്റെ അടുത്തെത്തണമെന്നും ഞാൻ എൻ്റെ വീട്ടുകാരോട് ആവശ്യപ്പെട്ടു. ഈ സമയം എൻ്റെ ഹസ്ബൻഡ് വെന്റിലേറ്ററിൽ കിടക്കുകയാണ്, ബോധമില്ലാതെ കിടക്കുകയാണ്. എന്നിട്ടും ഒരു ആംബുലൻസ് കാണുന്നത് വരെ പേടിയുള്ള എനിക്ക് ഇതെല്ലാം തരണം ചെയ്യാനാവുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും ദൂരം, കണ്ണൂരിൽ നിന്ന് ആലപ്പുഴ വരെ എത്താനായിട്ട് ഇത്രയും ലോങ് ദൂരമുണ്ട്. അതുമാത്രമല്ല, അന്ന് മഴക്കാലമാണ്, പ്രതികൂല കാലാവസ്ഥയാണ്. ഞാൻ ശാരീരികമായി ക്ഷീണിതയാണ്. എൻ്റെ ഹസ്ബൻഡ് വെന്റിലേറ്ററിൽ കിടക്കുന്നു. അതുകൊണ്ട് എൻ്റെ വീട്ടുകാരെല്ലാം പറഞ്ഞു, നീ പോവണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വാശി പിടിച്ചു. എനിക്ക് കൃപാസന മാതാവിൻ്റെ അടുത്തെത്തിയാൽ എനിക്ക് ഉറപ്പായിരുന്നു എല്ലാം സൗഖ്യപ്പെടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ എന്നെ എല്ലാവരും കൂടി ഇവിടെ എത്തിച്ചു. ഈ പുണ്യഭൂമിയിൽ ഇവിടെ എത്തിയ ആ നിമിഷം വലിയ അത്ഭുതമാണ് എനിക്ക് കേൾക്കാൻ ഇടവന്നത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോയും ആശുപത്രിയിൽ കിടക്കുന്ന ഫോട്ടോയും മെഡിക്കൽ സർട്ടിഫിക്കറ്റും എല്ലാമായി അച്ഛൻ്റെ അടുത്ത് കാണാനെത്തി. അച്ഛനെ കണ്ടു. അച്ഛൻ അത് കുരിശ് വരച്ച് ഈ കൃപാസന മാതാവിനെയും ഈശോയുടെ അടുത്തും തൊട്ടു പ്രാർത്ഥിച്ചു. ആ നിമിഷം കണ്ണൂർ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളെ വിളിക്കുകയാണ്. ബോധമില്ലാതെ കിടക്കുന്ന എൻ്റെ ഹസ്ബൻഡ്, വെന്റിലേറ്ററിൽ കിടക്കുന്ന എൻ്റെ ഹസ്ബൻഡിന് ഐ കോർഡിനേഷൻ കുറച്ചൊക്കെ കിട്ടിയെന്നും പോസിറ്റീവ് സൈൻ കാണിക്കുന്നുവെന്നും പ്രഷർ ചെലുത്തുമ്പോൾ കൈവിരലുകൾ ചലിപ്പിക്കുന്നുവെന്നും കേട്ടു. ഒത്തിരി സന്തോഷം. എൻ്റെ മാതാവിനെ ഞാൻ മുറുക്കെ പിടിച്ച് കരഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ ഈ നിമിഷം. പിന്നീട് ഞങ്ങൾ പ്രാർത്ഥനയോടെ ആയിരുന്നു. ഇപ്പം ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് സാക്ഷ്യപ്പെടുത്താനായിട്ട്. 2 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു. ഇപ്പോൾ 3.5 മാസമായി. എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റില്ല. ഡോക്ടർ പറഞ്ഞിരുന്നു എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായേക്കാം, കാരണം ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോയതിനാൽ. എനിക്ക് എൻ്റെ പഴയ ഹസ്ബൻഡിനെ തന്നെ പഴയതുപോലെ തന്നെ തിരിച്ചു തന്ന കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എത്ര പറഞ്ഞാലും മതിവരാത്ത നന്ദി ഞാൻ പറയുകയാണ്, സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഞാൻ കൃപാസനം പത്രം ഓരോ വീടുകളിൽ കൂടിയും കൊണ്ടുചെന്ന് എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ ഈ സൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞ് ഞാൻ വീടുകൾ കയറി ഇറങ്ങി കൊടുക്കുകയും അതുപോലെ തന്നെ അനാഥ ആലയങ്ങളിൽ ശുശ്രൂഷിക്കും പോകാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തു. ഇനിയും ഈശോയെയും മാതാവിനെയും പിടിച്ചുള്ള ജീവിതമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളുടെ കുടുംബവും നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഈ മാതാവിലും ഈശോയിലും പൂർണ്ണമായി വിശ്വസിക്കുന്നു. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും. എൻ്റെ പേര് സിജോ. ഞാൻ മെയ് 20 ആശുപത്രിയിൽ കിടന്നു. എനിക്കൊന്നും ബോധമുണ്ടായിരുന്നില്ല.
45 ദിവസം കഴിഞ്ഞപ്പോൾ ബോധം വന്നു. അന്നേരം 10 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. ഇപ്പോഴാണ് വെന്റിലേറ്ററിലായിരുന്നു എന്ന് വരെ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്നത്. അതുവരെ ബോധമില്ലായിരുന്നു എന്നാണ്, വെന്റിലേറ്ററിലായിരുന്നെന്ന് ഇപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് അറിയുന്നത്. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 20-21 തിരുവചനങ്ങൾ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. ജെന്നീസിൻ്റെയും സിജോയുടെയും വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ അവർ ഏറ്റുപറഞ്ഞത്. സെറിബ്രൽ സ്ട്രോക്ക് വന്ന് ചലനമറ്റ് വെന്റിലേറ്ററിൽ കിടന്നിരുന്ന ഈ മകന് വേണ്ടി നെക്സ്റ്റ് ഒരു എഡിമ എന്ന് വെച്ചാൽ ഒരു നീർക്കെട്ട് കൂടി വന്നപ്പോൾ രണ്ടാമതൊരു ഓപ്പറേഷനും കൂടി വേണ്ടി വരും, ഇത് ചലനമറ്റ് കിടക്കുകയാണ് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ എന്നെ ഈശോ സുഖപ്പെടുത്തുമെന്നുള്ള വലിയ ഉറപ്പോടുകൂടി തൻ്റെ പ്രതികൂല സാഹചര്യങ്ങളെ ഒന്നും വകവയ്ക്കാതെ ഒരു മഴക്കാലത്ത് ഈ ജെന്നീസ് ഇവിടെ ഓടി വന്ന്, വളരെ ദൂരത്തുനിന്ന് കണ്ണൂരിൽ നിന്ന് ഇവിടെ ഓടി വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച ആ നിമിഷം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കയ്യിൽ ഈ ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ സിജോയുടെ എല്ലാ മെഡിക്കൽ റിപ്പോർട്ടും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സമർപ്പിച്ച് ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ച ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ കൈകളും കാലുകളും ചലിക്കാൻ തുടങ്ങി എന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. അവിടെയുള്ള ഡോക്ടേഴ്സിന് തന്നെ അതൊരു വലിയ അത്ഭുതമായിരുന്നു. കാരണം ഒരു വ്യക്തി ഓർമ്മയില്ലാതെ വളരെ നാളുകൾ വെന്റിലേറ്ററിൽ കിടന്നിരുന്നൊരു വ്യക്തി വളരെ പെട്ടെന്ന് ചലിക്കാൻ തുടങ്ങിയത് തന്നെ അവർക്ക് വലിയ അത്ഭുതമായിരുന്നു. നമുക്കറിയാം, വൈദ്യശാസ്ത്രം കൈവിട്ട കേസുകളാണ് നാം എപ്പോഴും ഇവിടെ അൾത്താരയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ. അതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം ഈ ട്രീറ്റ്മെൻറ്റിന് ശേഷം അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഡോക്ടേഴ്സ് വിധി എഴുതിയിരുന്നത് ഒരുപക്ഷെ അദ്ദേഹം പാരലൈസ്ഡ് ആകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ സിസ്റ്റം എല്ലാം നിന്നു പോകാൻ, നെർവസ് സിസ്റ്റം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടേക്കാം. ഇങ്ങനെ ഒരുപാട് ക്ലൂ കൊടുത്തുകൊണ്ടാണ്, ഒരുപാട് ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ടാണ് അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത്. പക്ഷേ വളരെ ആരോഗ്യവാനായി ഇന്ന് ഈ അൾത്താരയിൽ കയറി നിൽക്കാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ അദ്ദേഹത്തിന് സാധിച്ചുവെന്ന് ലോകത്തിലെ വലിയ വലിയ ഈശോയുടെ അത്ഭുതങ്ങളിൽ ഒന്നാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ഇന്ന് വെന്റിലേറ്ററിൽ കഴിയുന്നവർ, ഈശോയുടെ അത്ഭുതം ഒരു സ്പർശനത്തിന് കാത്തിരിക്കുന്നവർക്കെല്ലാം വേണ്ടി ഈ സാക്ഷ്യം സമർപ്പിച്ചുകൊണ്ട് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.